ഇന്ന് നമ്മളെ ഈ ഒരു വൈറ്റ് ചുരിദാറിന് മാച്ച് ആവുന്ന കമ്മൽ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നട്ടപ്പാതിരേക്കാണ് പർച്ചേസ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് ഞാൻ പോയത് കേട്ടോ. അവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന കളക്ഷനൊക്കെ കണ്ടപ്പോൾ ഇതിൽ ഏതെടുക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഈ ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ഡയറക്റ്റ് ഷോപ്പിൽ പോയി ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഒരുപാട് വെറൈറ്റി കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വേണ്ടത് എനിക്ക് ആ ഒരു വെള്ള ചുരിദാറിനെ മാച്ച് ചെയ്യുന്ന ഒരെണ്ണം മതി എന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് ചൂസ് ചെയ്തത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റും, വേറൊരെണ്ണം ഈ ഒരു സാധനം ഉണ്ടല്ലോ ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹെവിയാണ് എന്തോ എനിക്കത് അത്ര കംഫർട്ടായിട്ട് തോന്നില്ല. കമ്മൽ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ചുറ്റി നടന്നിട്ട് ഈ വളയുടെ മുമ്പിൽ കുറേ നേരം കറങ്ങി നിന്ന് എനിക്കത് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വില കണ്ടപ്പം എന്തിനാ വേണ്ടാന്ന് വെച്ച് തിരിച്ചു വെക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ കമ്മലാണ് കേട്ടോ ചൂസ് ചെയ്ത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ വെള്ള ചുരിദാർ ഇതാണ്. ഒരുപാട് ഫ്ലെയേഴ്സൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ദുപ്പട്ടയാണ്. ത്രെഡ് വർക്കൊക്കെ വന്നിട്ട് ശരിക്കും ദുപ്പട്ടയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിടാൻ അറിയുന്നവരാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഈ ഡ്രസ്സിന്. ഇപ്പം ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ചുരിദാർ ഇട്ടിട്ട് എനിക്ക് 5-6 ഫോട്ടോസ് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മേക്കപ്പും പുട്ടിയെല്ലാം ഇട്ടിട്ട് ഇറങ്ങാൻ പോകുന്നത്. നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് മേക്കപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പുട്ടിയെല്ലാം അടിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ആ ഒരു നോസ്ട്രിങ് ഉണ്ടല്ലോ സെപ്റ്റം, അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ആ കമ്മൽ ഞാൻ അവിടെ വെച്ച് വാങ്ങിയെന്നുണ്ടെങ്കിലും എന്നെ കമ്മൽ അവിടെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന ശേഷം ഞാൻ ആ കമ്മലൊന്ന് ഇട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണല്ലേ. ശരിക്കും ഈ ഓഫീസ് വർക്കിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കമ്മലുകൾ വാങ്ങി വെച്ചാലും നമുക്കത് റെഗുലർ യൂസിന് പറ്റത്തില്ല. വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എടുക്കാമെന്നല്ലാണ്ട് റെഗുലർ യൂസിന് എന്തായാലും പറ്റത്തില്ല. അത് വേസ്റ്റ് ഓഫ് മണിയാണ്. അപ്പോൾ എൻ്റെ എല്ലാം ഒരുക്കം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പോകാമെന്ന് വെച്ചപ്പോൾ ഉണ്ട് സൂര്യനാണെങ്കിൽ നീ ഇങ്ങോട്ട് വാഴി, നിനക്ക് ഇപ്പോൾ ഫോട്ടോ എടുത്തരാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. 2 ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അത്രയേ ഉള്ളൂ.